നമസ്കാരം. നമ്മൾ ഇന്ന് വില്യം ഗോൾഡിങ്ങിന്റെ പ്രശസ്തമായ നോവലുണ്ടല്ലോ ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, അതിലേക്കാണ് ഒന്ന് ആഴത്തിൽ നോക്കുന്നത്. അതെ, ഒരു യുദ്ധകാലത്ത് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടുപോയ കുറച്ചു കുട്ടികളുടെ കഥയാണ്. ശരിയാണ്. അവരുടെ ആ ഒരു അനുഭവത്തിലൂടെ മനുഷ്യന്റെ ഉള്ളിലെ ചില ഇരുണ്ട വശങ്ങളെക്കുറിച്ചും പിന്നെ ഈ സംസ്കാരം എന്നൊക്കെ പറയുന്നത് എത്ര ദുർബലമാണെന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഈ നോവൽ. തീർച്ചയായും. അപ്പോ നമ്മുടെ കയ്യിലുള്ളത് നോവലിന്റെ ഒരു സംഗ്രഹമാണ്. അതിനെ വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോ കഥയുടെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഒരു വിമാനം തകർന്നു, കുറച്ച് ബ്രിട്ടീഷ് സ്കൂൾ കുട്ടികൾ ആളില്ലാത്തൊരു ദ്വീപിൽ എത്തിപ്പെടുന്നു. ഏറ്റവും പ്രധാനം, മുതിർന്നവരായി ആരുമില്ല. അപ്പോ ഈ ഒരു അവസ്ഥയില് അവര് സ്വന്തമായിട്ടൊരു സമൂഹം, ഒരു ചിട്ടയൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. തുടക്കത്തില് ശരിക്കും പറഞ്ഞാല് അവർക്കൊരു സ്വർഗം പോലെ തോന്നിയിട്ടുണ്ടാവും, അല്ലേ? അതെ, നിയന്ത്രണങ്ങളില്ലാത്തൊരു ലോകം. അതെ, നിയമങ്ങളില്ല, വഴക്കു പറയാൻ ആളില്ല, അങ്ങനെ. പക്ഷെ ആ ഒരു സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. അവർക്കിടയിൽ ഒരു ഓർഡർ കൊണ്ടുവരാൻ ഒരു ശ്രമം തുടങ്ങി. അതിനുവേണ്ടിയിട്ട് റാൽഫ് എന്ന കുട്ടിയെ അവരൊരു നേതാവായിട്ട് തെരഞ്ഞെടുത്തു. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. റാൽഫ് എന്ന് പറഞ്ഞാല് ഒരു യുക്തി, ഒരു ജനാധിപത്യപരമായ ചിട്ട, ഇതിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശരിയാണ്. അവനെ സപ്പോർട്ട് ചെയ്യാൻ പിഗ്ഗി എന്നൊരു കുട്ടിയുണ്ട്. നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ എന്താ പറയാ, ശരീരം കൊണ്ട് കുറച്ചു പിന്നിലാണ്. ആഹാ. പിഗ്ഗി ഒരു ശാസ്ത്രീയ ചിന്തയുടെ ആ ഒരു അറിവിന്റെയൊക്കെ പ്രതീകമാണ്. ഓക്കെ. ഇവിടെ രസകരമായ ഒരു കാര്യം, അവരൊരു ശംഖ് ഉപയോഗിക്കുന്നുണ്ട്. മീറ്റിംഗുകൾ വിളിക്കാനും ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കാനും ആ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടി. അതെ, അതൊരു സാമൂഹിക നിയമത്തിന്റെ ക്രമത്തിന്റെ ഒരു സിംബലായിരുന്നു അത്. ശരിക്കും അവർ ഉപേക്ഷിച്ചു പോകുന്ന ആ മുതിർന്നവരുടെ ലോകത്തെ അതേപടി പകർത്താൻ നോക്കുകയാണ്. അതെ, അതേപടി ചെറുതായിട്ടാണെങ്കിലും ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാം. പക്ഷേ ഈ ശ്രമം അത്ര വിജയകരമായിരുന്നില്ല, അല്ലേ? കാര്യങ്ങൾ പതുക്കെ മാറുകയാണ്. പ്രധാനമായും ജാക്ക് എന്ന കുട്ടി, അവൻ വേട്ടക്കാരുടെ തലവനാണ്. അവന് പതുക്കെ ഈ വേട്ടയിലും അധികാരത്തിലുമൊക്കെ വല്ലാത്തൊരു താല്പര്യം വരുന്നു. അവൻ പിന്നെ നിയമങ്ങളൊന്നും വേണ്ട, നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറഞ്ഞ് റാൽഫിന്റെ ഗ്രൂപ്പിൽ നിന്ന് ആളുകളെ മാറ്റാൻ തുടങ്ങുന്നു. സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതെ, സ്വന്തം ഗോത്രം പോലെ. അവിടെ പന്നിയിറച്ചിയും ആഘോഷവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതെ, കൂടുതൽ പ്രാകൃതമായ ഒരു ജീവിത രീതി. ശരിയാണ്. അപ്പൊ ജാക്ക് പ്രതിനിധീകരിക്കുന്നത് മനുഷ്യന്റെ ആ ഒരു പ്രാകൃതമായ വാസനകളെയാണ്, അല്ലെ? ഒരു സ്വേച്ഛാധിപത്യ മോഹം. തീർച്ചയായും, ആ ഒരു അനിയന്ത്രിതമായ ഒരവസ്ഥ. ഇതിനിടയിലാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ദ്വീപിലൊരു മൃഗം ഉണ്ടെന്നുള്ള പേടി. അതാണ് പ്രധാന വഴിതിരിവ്. കുട്ടികൾക്കിടയിൽ ആ ഭയം ഇങ്ങനെ പടരുകയാണ്. ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു മൃഗം അവിടെ ഇല്ല. അത് കുട്ടികളുടെ ഉള്ളിൽ തന്നെയുള്ള ആ അജ്ഞാതമായ ഒന്നിനെക്കുറിച്ചുള്ള പേടിയാണ്. ആ ഒരു തിന്മയുടെ അംശം, അതാണ് ആ മൃഗമായിട്ട് പുറത്തുവരുന്നത്. അതെ. പക്ഷേ ഈ ഭയത്തെ ജാക്ക് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണത്? അവൻ ആ ഭയം ആളിക്കത്തിച്ചിട്ട് തന്റെ അധികാരം ഉറപ്പിക്കാൻ നോക്കുന്നു. തന്റെ ക്രൂരതകളെ ന്യായീകരിക്കാൻ ഈ മൃഗത്തെ ഒരു കാരണമാക്കുന്നു. ഓക്കേ, അപ്പോ മൃഗത്തിൽ നിന്ന് രക്ഷ നൽകാമെന്ന് പറഞ്ഞ് ആളുകളെ കൂടെ നിർത്തുന്നു. അതെ, നമ്മളിതിനെ ഒരു വലിയ പ്രേക്ഷാപടത്തിൽ വെച്ച് നോക്കിയാൽ പലപ്പോഴും പുറത്തുള്ള ശത്രുവിനേക്കാൾ ഉള്ളിലെ പേടിയാണ് പ്രശ്നം. അതെ, ഉള്ളിലെ ആ യുക്തിയില്ലാത്ത ഭയമാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പലരും ഉപയോഗിക്കുന്നത്. നോവലിലെ ആ മൃഗം ഇതിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ശരിയാണ്. അപ്പോ ഈ നോവല് വെറുമൊരു കുട്ടികളുടെ അതിജീവന കഥയല്ല. അല്ലേല്ല. സാമൂഹികമായ കെട്ടുപാടുകൾ, നിയമങ്ങൾ, ഇതൊക്കെ ഇല്ലാതാവുമ്പോൾ മനുഷ്യൻ എങ്ങനെയാവും പെരുമാറുക? അതാണ് ഗോൾഡിങ് ചോദിക്കുന്നത്. തിന്മ എന്നത് പുറത്തുള്ള ഏതോ രാക്ഷസനല്ല, അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നൊരു ചിന്തയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നൊരു ചിന്തയാണ്. അതെ, നമ്മൾ ഈ കെട്ടിപ്പൊക്കിയ സംസ്കാരം എന്നൊക്കെ പറയുന്നത് എത്ര ദുർബലമാണെന്നും ഈ നോവല് കാണിച്ചു തരുന്നുണ്ട്. നോവലിൽ ഉടനീളം ഒരുപാട് സിംബൽസ്, പ്രതീകങ്ങൾ വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നോവല് കൂടുതൽ മനസ്സിലാവും. ഏതൊക്കെയാണത്? നമ്മൾ നേരത്തെ പറഞ്ഞ ശംഖ്, അത് ഭരണം, നിയമം, ആ ഒരു ജനാധിപത്യക്രമം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ശരി. പിന്നെ പിഗ്ഗിയുടെ കണ്ണട, അത് അറിവ്, ശാസ്ത്രീയമായ ചിന്ത, അതിന്റെയൊക്കെ പ്രതീകമാണ്. അത് തകരുമ്പോ പ്രശ്നമാകുന്നുണ്ടല്ലോ. അതെ,
പിന്നെ രക്ഷപ്പെടാനുള്ള സിഗ്നൽ ഫയർ. അത് തുടക്കത്തിലൊരു പ്രതീക്ഷയാണ്. പക്ഷെ പിന്നീട് നിയന്ത്രണം വിടുമ്പോൾ അത് നാശത്തിന്റെ പ്രതീകമായിട്ട് പോലും മാറുന്നുണ്ട്. ശരിയാണ്, കാട് കത്തുമ്പോ. അതെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നോവലിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന ആ ഈച്ചകളുടെ തമ്പുരാൻ, ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. അതെ, ഒരു കമ്പിൽ കോർത്തുവെച്ച പന്നിയുടെ അഴുകിയ തലയാണത്. അത് തിന്മയുടെയും ആ ഒരു അധപ്പതനത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. മനുഷ്യന്റെ ഉള്ളിലെ ആ ഇരുട്ടിനെ അത് കൃത്യമായി കാണിക്കുന്നു. ഓരോ സിംബലും ഓരോ ആശയം പറയുന്നുണ്ട്. കഥാപാത്രങ്ങൾക്കും വലിയ മാറ്റം വരുന്നുണ്ടല്ലോ. റാൽഫ് തുടക്കത്തിൽ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഭരണം തുടങ്ങുന്നത്. പക്ഷേ അവസാനമാവുമ്പോഴേക്കും അവൻ നിസ്സഹായനായി മാറുന്നു. നിയമങ്ങൾ കൊണ്ട് മാത്രം ഈ ഒരു തകർച്ചയെ, മനുഷ്യന്റെ ഉള്ളിലെ ഈ ഒരു മൃഗീയതയെ തടയാൻ പറ്റില്ലെന്നവൻ തിരിച്ചറിയാണ്. ശരിയാണ്. പക്ഷേ പിഗ്ഗി അങ്ങനെയല്ല. അവൻ അവസാനം വരെ ആ യുക്തിയുടെയും ചിട്ടയുടെയും ശബ്ദമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ആ ഒരു രൂപവും സംസാര രീതിയുമൊക്കെ കാരണം മറ്റുള്ളവരവനെ കളിയാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. അതെ, അവനൊരു ഔട്ട്സൈഡറാണ്. അതേസമയം ജാക്കിനാണ് ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത്. അവൻ പൂർണ്ണമായും മാറുന്നു. അതെ, അവൻ പൂർണ്ണമായും ആ പ്രാകൃതവാസനകൾക്കടിമപ്പെട്ട് ഭയം ഉപയോഗിച്ച് ഭരിക്കുന്ന ഒരു ക്രൂരനായ നേതാവായി മാറുകയാണ്. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ടല്ലേ, ഈ നിയമങ്ങളൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് തിരിച്ചാ പഴയ കാടൻ അവസ്ഥയിലേക്ക് പോകുമോ? അതെ, അതാണ് ഗോൾഡിംഗ് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലോർഡ് ഓഫ് ദി ഫ്ലൈസ് ഒറ്റനോട്ടത്തിലൊരു സാഹസിക കഥ പോലെ തോന്നാം. പക്ഷേ അങ്ങനെയല്ല. അല്ല, മനുഷ്യന്റെ സ്വഭാവം, സംസ്കാരം, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഫിലോസഫിക്കൽ നോവൽ കൂടിയാണിത്. ശരിയാണ്. എന്താണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതം? തിന്മ നമ്മളിൽ തന്നെയുള്ള ഒന്നാണോ? ഒരു നിയന്ത്രണവുമില്ലാതെ നിഷ്കളങ്കതക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ലോർഡ് ഓഫ് ദി ഫ്ലൈസ് മനുഷ്യന്റെ ഉള്ളിലെ ആ ഇരുട്ടിനെക്കുറിച്ചും ഒരു സമൂഹം നിലനിൽക്കാൻ നിയമങ്ങളും ചിട്ടകളും എത്രത്തോളം വേണമെന്നും പിന്നെ ആ സംസ്കാരം എത്ര പെട്ടെന്ന് തകരാമെന്നും. അതെ, എത്ര ദുർബലമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. ഗോൾഡിങ്ങിന്റെ എഴുത്ത് നമ്മളെ ശരിക്കും പിടിച്ചിരുത്തുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥരാക്കുന്നത് അതിലെ സംഭവങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് നമ്മളിലുണ്ടാക്കുന്ന ചിന്തകൾ കൊണ്ടാണ്. അതെ, ആ ചിന്തകൾ കൊണ്ടാണ്. തീർച്ചയായും. അപ്പോ നിങ്ങൾക്കൊരു ചിന്ത കൂടി തന്നിട്ട് നമുക്ക് നിർത്താം. ഈ കുട്ടികൾ ആ ദ്വീപിലുണ്ടാക്കിയ സമൂഹം, ആ സംഘർഷങ്ങൾ, അത് അവരുപേക്ഷിച്ചു പോന്ന ആ മുതിർന്നവരുടെ ലോകത്തിന്റെ, അതായത് യുദ്ധം നടക്കുന്ന, പരസ്പരം പോരടിക്കുന്ന ആ ലോകത്തിന്റെ ഒരു ചെറിയ പതിപ്പായിരുന്നോ? അതൊരു നല്ല പോയിന്റാണ്. ആ ദ്വീപിലെ സംഭവങ്ങൾ പുറം ലോകത്തിലെ വലിയ യുദ്ധങ്ങളുടെയും മനുഷ്യന്റെ സ്വഭാവത്തിലെ തന്നെ ഈ വൈരുദ്ധ്യങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലനമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാവുന്നതാണ്. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.